ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് കോൺ റെസിപ്പിയാണ് കേട്ടോ. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സ്വീറ്റ് കോൺ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ സ്വീറ്റ് കോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് വേണ്ടത് സ്വീറ്റ് കോൺ ആണ്. അതിന് ഞാനിവിടെ ഫ്രോസൺ കോൺ ആണ് എടുത്തിരിക്കുന്നത്. ഹെയിൻസിൻ്റെ സ്വീറ്റ് കോൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1 kg പാക്കറ്റാണ്, പക്ഷേ ഇത് ഫുള്ളായിട്ട് ഞാനിവിടെ എടുക്കുന്നില്ല, ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ. ആദ്യം നമുക്ക് ഈ സ്വീറ്റ് കോൺ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇത് ഞാനിവിടെ സ്റ്റീം ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു സ്ട്രെയിനറാണ് വെച്ചിരിക്കുന്നത്. അതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യമുള്ള കോൺ എത്രയാണെന്ന് വെച്ചാൽ അതിട്ടിട്ട് ലിഡ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിത് ആയിട്ടുണ്ടോ നോക്കാം. കോണിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള കോൺ ഇതിൽ നിന്ന് എടുക്കാം. കോൺ മിക്സ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്ത് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ചൂടാറിപ്പോയി കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിലേക്ക് ബട്ടർ വേണം, ചീസ് വേണം, പിന്നെ ചെറുനാരങ്ങ നീര് വേണം, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളക് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയില അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺ എടുക്കുമ്പോഴും അതുപോലെ തന്നെ സെർവ് ചെയ്യുമ്പോഴും നല്ല ഹോട്ടായിട്ടിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് അതിന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഓരോന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ കൊറിയാണ്ടർ ലീവ്സും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പുളിയൊന്നും വേണ്ട കേട്ടോ ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2-3 ഡ്രോപ്സ് മാത്രം ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ആവശ്യമുള്ള സോൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചീസാണ്. ചീസ് ഞാനിവിടെ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രയാങ്കിൾ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഹാർഡായിട്ടുള്ള ചീസൊന്നും അല്ല കേട്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള ചീസാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ചീസിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും, അതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് മാത്രം സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചീസ് ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഈ സ്വീറ്റ് കോണിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലൊരു ഫൈനൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കോൺ റെസിപ്പിക്ക് നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ ഹെർബൽ സ്പൈസ് ആയിട്ടുള്ള ഓറിഗാനോ ആണ്. ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓറിഗാനോ പൗഡർ. ഇത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ അതിന്. ഇനി നമ്മൾ സെർവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കോണിൻ്റെ മേളിലായിട്ട് കുറച്ച് ഓറിഗാനോ പൗഡർ ഇതുപോലെ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീസി സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിനി കോൺ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോൺ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും എന്നെ കമൻസിലൂടെ അറിയിക്കുക. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.